ഞാൻ ഇന്നലെ രാത്രി എവിടെയാണോ കിടന്നുറങ്ങിയത്? ഗോകുലിന്റെ മുറിയിൽ ഞാൻ കയറുന്നത് അവനത്ര ഇഷ്ടമല്ല. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഞാൻ കഴുകി മടക്കി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ഷീറ്റ് ഒന്ന് വിരിച്ചു കൊടുത്തേക്കണേ. അപ്പോ ഗോകുൽ എവിടെ? ഇന്നലെ രാത്രി ഈ മുറിയിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ഇതിനൊന്നും സമാധാനം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവളിനി ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആര് കണ്ടു? അമ്മ ഇങ്ങനെ രോഷം കൊള്ളേണ്ട ഒരു കാര്യമില്ല. ഞാൻ കൊടുത്തത് സ്ലീപ്പിംഗ് പിൽസ് ആണെന്ന് അവൾക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഷീറ്റ് വിരിച്ചോണ്ടിരുന്നപ്പോ വല്ല ബോധക്കേടും വന്ന് വീണു പോയതാണെന്ന് കരുതിക്കോളും. എടീ, അവർക്ക് രണ്ടുപേർക്കും ബോധമുള്ളപ്പോ എത്ര വർഷമായി ഇതൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ പ്രയാസപ്പെടുന്നു. പിന്നെയാ ബോധമില്ലാത്തപ്പോ അവരെ ചതിപ്പെടുത്തി ഒന്നിപ്പിക്കാൻ നോക്കുന്നത്. എന്റെ കണക്കുകൂട്ടലൊന്ന് ചെറുതായിട്ട് പിഴച്ചുപോയി. അല്ലെങ്കിൽ രണ്ടും കൂടി ഇപ്പോ ആദ്യരാത്രിയും കഴിഞ്ഞ് മുറിന്ന് ഇറങ്ങി വന്നേനെ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരുന്നു നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഞാൻ ആ മണ്ടത്തരം കാണിച്ച് ശരിക്കും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവൾക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തതുപോലെ വല്ല കോളയിലോ പെപ്സിയിലോ അമ്മയുടെ മോനെ കുറച്ച് മദ്യം കൂടി കലക്കി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ കാര്യം നടന്നേനെ. ഇതാ നിന്റെ കുഴപ്പം. കുരുട്ട ബുദ്ധി മാത്രമേ തലയിൽ വരൂ. നേരെ ചൊവ്വയൊന്ന് ചിന്തിക്കാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ചിന്തിച്ചിട്ട് എന്താ കാര്യം? അമ്മയുടെ മോൻ ആണായിരുന്നെങ്കിലേ ഇന്നലെ രാത്രിയോടെ അവൾ അവന്റെ ഭാര്യ ആയനെ. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവന് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തിനാ ഇങ്ങനെ നട്ടലില്ലാത്ത ഒരുത്തിനെ പ്രസവിക്കാൻ പോയത്? മര്യാദകൾ കാണിച്ചിട്ട് നിന്ന് ചലക്കുന്നോടി. അമ്മയും കൂടെ അറിഞ്ഞോണ്ടാണോ ഇവിടുന്നൊക്കെ ചെയ്തു കൂട്ടിയത്? ആണോ? അത് ഞാൻ എല്ലാം ഇവളുടെ നിർബന്ധം കാരണം സംഭവിച്ചതാ. നിങ്ങളൊക്കെ എന്താ എന്നെ സമ്പ്രദായം കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത്? സ്ത്രീയുടെ അന്തസ്സിനും അഭിമാനത്തിനും വിലങ്ങടിയാൻ നിൽക്കുന്നത് പുരുഷനല്ല, സ്ത്രീകൾ തന്നെയാണെന്ന് ഇതോടെ നിങ്ങൾ തെളിയിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടന്നു കാണണമെന്ന് അമ്മ എത്ര നാളുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ നടന്നു പറയുന്നു. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ അഭിമാനത്തിനും അന്തസ്സിനും ഒട്ടും വില കൽപ്പിക്കാത്തതാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിച്ചോ? മോനെ, അമ്മ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അമ്മ സമൃദ്ധയെ കുറിച്ച് പിന്നെ എന്താ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ആരാ എന്താണെന്നൊന്നും നമുക്കറിയില്ലെങ്കിലും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി മറ്റൊരു പുരുഷന്റെയാ. അറിയാലോ, നിങ്ങളെപ്പോലൊരു പെണ്ണല്ലേ സമൃദ്ധി. അവളുടെ ഭാഗത്തുനിന്ന് എന്താ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാതെ പോയത്?